ഹായ് കൂട്ടുകാരി, പശ്ചിമഘട്ട മലനിരകളുടെ സൗന്ദര്യം മുഴുവൻ ഒളിപ്പിച്ചു വെച്ച ഒരു മനോഹരമായ ഡാമിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെറും 10 രൂപയാണ് ഒരാൾക്ക് ഈ ഡാമിനുള്ളിലേക്ക് കയറാനുള്ള എൻട്രി ഫീസ്. വേറെ ഒരിടത്തും ഇത്രയും കുറഞ്ഞ വിലയിൽ നമുക്ക് ഡാമിൽ കയറാൻ കഴിയില്ല. ഈ മെയിൻ എൻട്രൻസിൽ നിന്നും ടിക്കറ്റ് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിനു ശേഷം നടന്നു വേണം ഡാം ടോപ്പിലേക്ക് പോകാൻ. ഇനി നമുക്ക് ഇത്രയും ദൂരം നടക്കാതെ ഡാം ടോപ്പിന് തൊട്ടടുത്ത് വരെ എത്താൻ പറ്റുന്ന മറ്റൊരു വഴിയുണ്ട്. ഞാനിപ്പോൾ ഡാമിലേക്ക് കയറാനുള്ള മെയിൻ എൻട്രൻസിന് വെളിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും ഈ വലത്തേക്ക് കാണുന്ന അമ്പൂരിയിലേക്ക് പോകുന്ന റോഡിൽ കൂടി കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഡാം ടോപ്പിന് തൊട്ടടുത്ത് വരെ എത്തിച്ചേരാൻ കഴിയും. ഇത് കണ്ടില്ലേ, നമ്മൾ കുറച്ചു ദൂരം വരുമ്പോഴേക്കും തന്നെ ഇതുപോലൊരു പാലം നമുക്ക് കാണാൻ കഴിയും. ഈ പാലത്തിൽ എത്തുമ്പോൾ തന്നെ ഡാമിന്റെ ഷട്ടറുകളുടെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇത് ഡാമിന്റെ ഷട്ടറുകൾ കാണാൻ പറ്റിയ ഏറ്റവും നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്. നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഈ ഷട്ടറുകളെല്ലാം ഉയർത്തിയത് കൊണ്ട് തന്നെ ഇവിടെ വളരെ നല്ല ശക്തമായ ഒരുക്കാനുള്ളത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് ഇത് കാളിമലയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2000 അടിക്ക് മുകളിലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കാളിമലയിൽ എത്തിച്ചേരാനും കഴിയും. ഇവിടെ ഇപ്പോൾ ഷട്ടർ തുറന്നത് കൊണ്ട് തന്നെ മീൻ പിടിക്കാൻ വേണ്ടി ഇവിടുത്തെ കുറച്ച് ചേട്ടന്മാർ ഇവിടെ വലയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇവർക്ക് മീൻ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ വല എറിയുകയാണ്. വല എറിയുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. അത് അങ്ങനെ ആദ്യം അവരിട്ട വലയിൽ തന്നെ കണ്ടില്ലേ, വലിയൊരു മീനെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡാം ടോപ്പിലേക്ക് നമുക്ക് നടന്നും പോകാൻ കഴിയുമെന്ന്. ഞാൻ നടന്നു പോകുന്ന വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു പടിക്കെട്ടുകൾ കണ്ടോ, കുറെ പടിക്കെട്ടുകൾ ഈ ഡാമിന് തൊട്ട് ചേർന്ന് തന്നെ. ഈ പടിക്കെട്ടുകൾ കയറി വേണം നമുക്ക് ഡാം ടോപ്പിലേക്ക് എത്തിച്ചേരാൻ. അല്ലാതെ വണ്ടിയിൽ പോകുന്ന വഴിയിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. എന്തായാലും നമുക്ക് നേരെ ഡാം സ്ലിപ്പിലേക്ക് പോകാം. അപ്പൊ ഇവിടെ നിന്ന് ഈ പാലം കയറി കഴിഞ്ഞാൽ ഉടനെയുള്ള ആദ്യത്തെ ലെഫ്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ലെഫ്റ്റ് കയറി കുറച്ച് ദൂരം വരുമ്പോഴേക്കും തന്നെ നമുക്ക് നെയ്യാർ എക്കോ ടൂറിസത്തിന്റെ ഒരു വെൽക്കം ബോർഡൊക്കെ കാണാൻ കഴിയും. ഈ കവാടത്തിനുള്ളിലൂടെ വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. ഒരു ചെറിയ കാടിനുള്ളിലൂടെ പോകുന്ന അനുഭവമാണ് നമുക്ക് തോന്നുന്നത്. അത്രയും ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെയാണ് ഡാം ടോപ്പിലേക്കുള്ള നമ്മുടെ യാത്ര. കയറ്റം കയറി വന്ന് ഇടത്തോട്ടുള്ള വഴിയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ നമ്മൾ ഇൻഫർമേഷൻ സെന്ററിന്റെ മുൻപിലെത്തും. ഇവിടെ നിന്നാണ് പാക്കേജുകൾക്കൊക്കെ പോകാനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമായിട്ടുള്ള ബോട്ടിങ്ങും ട്രക്കിങ്ങും ബസ് സഫാരിയും ഡിയർ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്കും ഒക്കെ പോകാനുള്ള ടിക്കറ്റ് ഈ ഒരു ഇൻഫോർമേഷൻ സെന്ററിൽ നിന്നുമാണ് എടുക്കാനുള്ളത്. പിന്നെ കേരളത്തിൽ തന്നെ ഒരേ ഒരു ലാൻഡ് സഫാരി പാർക്ക് നെയ്യാറിലാണുള്ളത്. അവിടേക്ക് പോകാനുള്ള ടിക്കറ്റും ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ബോട്ടിങ്ങും ട്രക്കിങ്ങും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഡാം ടോപ്പിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് 10 രൂപയുടെ എൻട്രൻസ് ടിക്കറ്റ് എടുത്താൽ ഡാം ടോപ്പിലേക്ക് കയറാൻ കഴിയും. ഈ കാണുന്നതാണ് ഡാം ടോപ്പിലേക്ക് കയറാനുള്ള പ്രവേശന കവാടം. ഇതിലൂടെ കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു വലിയ വാച്ച് ടവർ ആണ്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിൽ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. കള്ളിക്കാട് ഡാം എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഈ ഡാമിനെ വിളിക്കുന്നത്. ആയിരത്തി 1958 ഈ ഒരു ഡാം നിർമ്മിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പിക്നിക് സ്പോട്ട് കൂടിയാണിത്. 1958
തിരുവനന്തപുരം ജില്ലയിലെ ജലസേചന ആവശ്യങ്ങൾക്കായി പ്രധാനമായും നെയ്യാർ ഡാമിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നെയ്യാറിലെ മറ്റൊരു കനാൽ തമിഴ്നാട്ടിലെ പടിഞ്ഞാറൻ മേഖലയിലെ ജലസേചന ആവശ്യങ്ങൾക്കായും ഉപയോഗിക്കുന്നുണ്ട്. ഡാമിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് കാണുന്ന ലാൻഡ്സ്കേപ്പിന്റെ കാഴ്ച വളരെ മനോഹരമാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ നോക്കുമ്പോൾ ഈ പാലമൊക്കെ കാണാൻ എത്ര മനോഹരമാണെന്ന്. ഈ പാലത്തിലൂടെയാണ് നമ്മൾ ഡാം ടോപ്പിലേക്ക് വന്നത്. നാല് സ്പിൽവേകളുള്ള ഈ അണക്കെട്ടിന്റെ ഉയരം 56 മീറ്ററും നീളം 294 മീറ്ററുമാണ്. ധാരാളം സഞ്ചാരികളാണ് ഇവിടെ അവധി ദിവസങ്ങളിൽ നെയ്യാർ ഡാം കാണാനായി ഇവിടെ എത്തുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും യങ്സ്റ്റേഴ്സിനും എല്ലാം ഒരുപോലെ ആസ്വദിച്ച് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് നെയ്യാർ ഡാം. റിസർവോറിന് നടുക്ക് കാണുന്ന ഈ തുരുത്താണ് ലയൺ സഫാരി പാർക്ക്. സാധാരണയായി നമ്മളെ ബോട്ടിലാണ് പാർക്കിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇപ്പോൾ സിംഹങ്ങളുടെ പ്രജനനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ വിഷയങ്ങൾ നടക്കുന്നത് കൊണ്ട് ആരെയും പാർക്കിലേക്ക് കയറ്റി വിടുന്നില്ല. ഡാമിൽ നിന്നുള്ള മഞ്ഞു മൂടിയ പശ്ചിമഘട്ട മലനിരകളുടെ കാഴ്ച ഒരു പ്രത്യേക അനുഭവമാണ്. ഡാം ടോപ്പിലെ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി വാച്ച് ടവറിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഇനി അവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഡാം റിസർവറിന്റെയും പശ്ചിമഘട്ട മലനിരകളുടെയും ഒക്കെ വളരെ മനോഹരമായ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നത് ഈ ഒരു വാച്ച് ടവറിന് മുകളിൽ കയറി നിൽക്കുമ്പോഴാണ്. ഡാമിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഡാമിന് വെളിയിലിറങ്ങി ഇനി നേരെ അമ്പൂരി റൂട്ടിലാണ് പോകുന്നത്. ഈ റൂട്ടിൽ പോകുമ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് കുറച്ചുകൂടി ഡാം റിസർവറിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും. ഈ പോകുന്ന വഴിയിൽ ഡാമിന്റെ റിസർവറിന് തൊട്ടടുത്തായി തന്നെ കുറെ മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ചീങ്കണ്ണിയുണ്ട്, അതുകൊണ്ട് തന്നെ ആരും ഇറങ്ങരുതെന്ന്. കാരണം ഈ ഒരു ഡാം റിസർവറിൽ ധാരാളം ചീങ്കണ്ണികളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഏത് സമയം വേണമെങ്കിലും ചീങ്കണ്ണിയുടെ ആക്രമണം നമുക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കാഴ്ച കാണാൻ എത്തുന്നവരാരും ഇവിടെ ഇറങ്ങാൻ പാടില്ല. സാധാരണ നെയ്യാർ ഡാമിൽ വരുന്ന സഞ്ചാരികൾ ഡാം കണ്ടതിന് ശേഷം തിരിച്ചു പോവുകയാണ് പതിവ്. പക്ഷെ ഈ ഒരു അമ്പൂരി റൂട്ടിൽ വരുമ്പോൾ നമുക്ക് കുറേ അധികം നല്ല നല്ല കാഴ്ചകൾ കാണാനും കഴിയും. അപ്പോൾ ഇനി ഈ നെയ്യാർ ഡാമിൽ വരുന്നവർ ഈ റൂട്ടിലും കൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ട് വേണം തിരിച്ചു മടങ്ങി പോകാൻ. ഈ പാലത്തിനടുത്തായി തന്നെ ഫിഷറീസ് വകുപ്പിന്റെ അക്വേറിയവും കുട്ടികൾക്കായുള്ള ചെറിയൊരു മിനി പാർക്കും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറി നമുക്ക് കുറെ സമയം ചെലവഴിക്കാൻ കഴിയും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി സ്പോട്ടുകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.